ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ്. തൃശ്ശൂർ അങ്കമാലി റൂട്ടിലെ ബ്ലോക്കുകളുടെ ഒരു കാഴ്ചയാട്ടോ. അതായത് 4 സ്ഥലങ്ങളിലാണ് തൃശ്ശൂർ അങ്കമാലി റൂട്ടിൽ ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം ആദ്യത്തെ തന്നെ തൃശ്ശൂരിൽ വരുന്ന സമയത്ത് അമ്പല്ലൂരാണ്. രണ്ടാമത്തെ അവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം പോന്നു കഴിയുമ്പോൾ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ മൂന്നാമത്തെ വരുന്നത് മുരിങ്ങൂർ, നാലാമത്തെ ചിറങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ അമ്പല്ലൂരിലേക്കാണ് എത്തിയിരിക്കുന്നത്. അമ്പല്ലൂരിൽ ആ സിഗ്നൽ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പല്ലൂർ ജംഗ്ഷനാണ്. അമ്പല്ലൂർ ഏകദേശം 1 കിലോമീറ്റർ കഷ്ടി ഉള്ളൂ. അപ്പോൾ അമ്പല്ലൂർ ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പറ്റില്ലാത്ത ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവിടെ പെട്ടെന്ന് തന്നെ കടന്നു പോയി. 10 മിനിറ്റോളം പോയി. എന്നിരുന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ പുതുക്കാട് കാഴ്ചകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുന്നത് അടുത്ത ബ്ലോക്ക് അടുത്ത പ്രശ്നം ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് പേരാമ്പ്രയിലാണ്. പേരാമ്പ്ര കൃത്യം അപ്പോളോ ടയേഴ്സിൻ്റെ മുമ്പിലാണ് ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതാണ് അപ്പോളോ ടയേഴ്സിൻ്റെ മുമ്പിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ യാതൊരു ബ്ലോക്കും ഇല്ലാന്ന് ഈസി ആയിട്ട് കടന്നു പോകും. നേരത്തെ ചില ദിവസങ്ങളുടെ കൂടെ ഭയങ്കര ബ്ലോക്ക് വെച്ചാൽ അന്യായ ബ്ലോക്കാണ് ഇവിടെ. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലാത്ത തരത്തിലുള്ള, അതായത് 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ നീളത്തിലുള്ള പുതുക്കാട് വരെയൊക്കെ ബ്ലോക്ക് നീണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഞാൻ വന്ന ദിവസങ്ങളിൽ ഏതായാലും കാര്യമായിട്ടുള്ള ബ്ലോക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും മഴയൊക്കെ കുറവായതുകൊണ്ടായിരിക്കും. അതുപോലെ ഈ റോഡ്, ഈ സർവീസ് റോഡ് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ മിക്കവാറും കിട്ടിയ ഒരു അവസരത്തിൽ ഇതുപോലെയാണ് എല്ലാം ഇതുപോലെ പണികൾ നടക്കുന്നത്. സർവീസ് റോഡ് കിടക്കുന്നത്. കാരണം അവിടെ ഒരു കാരണവശാലും പോകുന്ന വണ്ടികൾക്ക് വാഹനങ്ങൾക്ക് ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഇതേ രീതിയിൽ. പക്ഷെ നമ്മൾ അമ്പലൂരൊക്കെ നോക്കുകയാണെങ്കിൽ മുഴുവൻ കുണ്ട് കുഴിയൊക്കെ ആയിട്ട് വണ്ടികൾ പോവുകയില്ല. ലോറിയും കാറൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുഴികളിലൊക്കെ ഇറങ്ങി കയറാനുള്ള ചെറിയൊരു താമസം. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ അടിപ്പാങ്ങേൻ്റെ അവിടെ വെച്ച് ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്നാലും അവിടെ കഴിഞ്ഞ് പോകുന്നു. ഇനിയിപ്പോൾ അടുത്ത ബ്ലോക്കുള്ള മുരിങ്ങൂരാണ്. മുരിങ്ങൂരത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. മുരിങ്ങൂരും ചിറങ്ങരയും ചാടിക്കഴിഞ്ഞാലും പിന്നെ കാലടി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാലടിയിലും ഇപ്പോൾ പാലം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കാലടിയിലെ ബ്ലോക്കൊന്നും വലിയ കുഴപ്പമില്ലാത്ത അങ്ങനെ നമ്മൾ മുരിങ്ങൂരിൻ്റെ ബ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് മുരിങ്ങൂർ ജംഗ്ഷനിലേക്കുള്ള ബ്ലോക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെയും അടിപ്പാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ ദിവസം ഏതായാലും മൊത്തത്തിൽ വലിയ തിരക്കൊന്നുമില്ല എന്നുള്ളൂ. പക്ഷേ അങ്ങേ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. അതിപ്പോൾ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലും അറിയാമല്ലോ. ഏതായാലും ഇവിടെ കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. ഒരു 100-200 മീറ്റർ നീളത്തിലൊക്കെ ബ്ലോക്ക് ഉണ്ട്. ആ മണ്ണൊക്കെ എടുത്തിട്ട് അവിടെ കാണാം. ഇതിൻ്റെ കേരള നെഗറ്റീവ്സുകാർ അവരുടെ കുത്തിക്കേറ്റിൽ സ്ഥിരമുള്ളതാണല്ലോ. അവർ ഇതിലേക്ക് വന്ന് അവരാ സമയം പാലിക്കാൻ വേണ്ടി അവർ കുത്തിക്കയറ്റി കൊണ്ടുപോയി. നമ്മൾ കുഴപ്പമില്ലാണ്ട് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തകൃതിയായിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 6 മാസത്തിലോ 8 മാസത്തിലൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും പണികളൊക്കെ ഏതാണ്ട് തീരേണ്ടൊക്കെ ഒരു സമയമായി. ഈ അടിപ്പാതയുടെ ആ ഒരു സംഭവം മാത്രമേ ഇവിടെ തീർന്നിട്ടുള്ളൂ. എന്നാലും ഇവിടെ സർവീസ് റോഡൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ ഇട്ട് കുഴികളൊക്കെ മണ്ണൊക്കെ ഇട്ട് താൽക്കാലികമായിട്ടാണ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പക്ഷേ അങ്ങേ സൈഡ് നല്ല കട്ട ബ്ലോക്കാണ്. എവിടെ വരെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ചിറങ്ങര വരെയൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തൊട്ടപ്പുറമുള്ള ജംഗ്ഷൻ വരെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടോട്ട് ഏതായാലും ഇവിടെ നല്ല കട്ടൊക്കെയുള്ള ബ്ലോക്കാണ് ശരിക്കും. ഇനി അടുത്ത് ഉള്ളത് ചിറങ്ങരയാണ്. ചിറങ്ങര ഈ പ്രാവശ്യം കണ്ടില്ലേ, ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ ബ്ലോക്ക്, 1 കിലോമീറ്റർ അതിൽ കൂടുതലും തന്നെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നീളത്തിൽ ഇവിടെ നല്ല ബ്ലോക്കാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നീളത്തിൽ അവിടെ ബ്ലോക്കാണ്. അവിടെ എങ്ങനെയാണ് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞത് വണ്ടി കടന്നു പോകാൻ. ഇത് അവിടെ കഴിഞ്ഞിട്ടും അതെ ബ്ലോക്ക് സൈഡിൽ നോക്കിയാൽ നല്ല കട്ട ബ്ലോക്കായിട്ടാണ് കിടക്കുന്നത്. എത്ര ദൂരത്തിലാണെന്ന് നോക്കിയ വണ്ടിയിൽ വന്ന് ഏകദേശം 2 കിലോമീറ്റർ മുകളിൽ ബ്ലോക്കായിട്ട് കിടക്കുകയാണ് വഴിയിൽ. ഇതാണ് ചിറങ്ങരയിലെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാം സർവീസ് റോഡൊക്കെ ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിറങ്ങരയും വലിയ കുഴപ്പമില്ലാണ്ട് ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. പക്ഷേ അങ്ങേ സൈഡിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ബ്ലോക്കാവാൻ സാധ്യതയുണ്ട്. മുരിങ്ങൂരിൽ ഏകദേശം കൊരട്ടി വരെ ബ്ലോക്കാണ്. എനിക്ക് ആ കൊരട്ടി എന്നുള്ള സ്ഥലം പെട്ടെന്ന് കിട്ടിയില്ല. ഇവിടെയൊക്കെ ശരിക്കും
ഇതൊക്കെ ശരിക്കും അവിടെ തൂണുകളിലാണെങ്കിൽ കുറേയൊക്കെ പണി തീർന്നതെന്ന് തോന്നുന്നത്. അപ്പുറം 1-2 ക്ഷേത്രങ്ങളുടെയൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ടത്. എത്ര ദൂരത്തിലെന്നൊക്കെ ഇവിടെ മണ്ണൊക്കെ എടുത്ത് ചെയ്തേക്കുന്നത്. അത്രയും ഏകദേശം 1 കിലോമീറ്ററോളം ഒരു ഫ്ലൈ ഓവർ വരുന്നുള്ളതാണ് ശരിക്കും നമ്മളിത് ചെയ്യുമ്പോൾ ചെയ്യുക. എൻ്റെ അങ്ങേ സൈഡിൽ നോക്കി നമ്മൾ ഗുരുവായൂർ കണ്ട പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ബ്ലോക്കാണ്, സൂപ്പർ ബ്ലോക്കാണ്. ഇത് ശരിക്കും ഈ 2 ബ്ലോക്ക് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം നമുക്ക് പോയിട്ടുണ്ടാകും ഇപ്പോൾ ഈ തൃശ്ശൂർ യാത്രയിൽ. അതാണ് അവിടുത്തെ ഒരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇപ്പം തന്നെ ഏകദേശം 1 കിലോമീറ്ററോളം അവർ പാലം പണിയുടെ സ്ഥലങ്ങൾ തന്നെയുണ്ട്. അതല്ലാതെ ഇപ്പോഴുള്ള സ്ഥലങ്ങൾ ദൂരമാണെന്ന് നോക്കി എത്ര ഏകദേശം അത് കഴിഞ്ഞ് 1 കിലോമീറ്ററോളം ബ്ലോക്ക്. ഏതായാലും അവിടെ നമ്മൾ വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് ചാടി കിടന്ന് പോന്നിരിക്കുകയാണ്. ഏതായാലും ഇവിടുത്തെ ഈ സർവീസ് റോഡിൽ കൂടെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ സർവീസ് റോഡൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും സർവീസ് റോഡിൽ കൂടെ നമ്മൾ കയറിപ്പോയില്ല. ഇനിയിപ്പോൾ അടുത്ത് കരയാമ്പറമ്പിൻ്റെ ബ്ലോക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് കയറിയിരിക്കുന്നത്. സമയത്ത് കരയാമ്പറമ്പ് എന്നാലും വലിയ ബ്ലോക്കൊന്നുമില്ല, സെക്കൻഡ് ബ്ലോക്കല്ലേ ഉള്ളൂ, അത് വലിയ പ്രശ്നമില്ല. പിന്നെ അങ്കമാലിയിലേക്ക് ചെല്ലുമ്പോഴുള്ള ബ്ലോക്ക് ഏതായാലും അതൊക്കെ നമ്മൾ പാസ് ചെയ്ത് അങ്കമാലി ടൗണിലേക്ക് ചെല്ലുന്ന അതിനായിട്ടുള്ള ബ്ലോക്കൊന്നും ഇല്ലാതെ സിഗ്നലിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു സിഗ്നൽ മിക്കവാറും ഓഫ് ചെയ്തിട്ട് അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ ഇപ്പോൾ കാലടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. സോറി, ഞാൻ ഇപ്പോൾ അങ്കമാലി സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ. അങ്കമാലിയിലേക്ക് വലിയ കുഴപ്പമില്ലാത്ത കടന്നു പോരാൻ പറ്റി. ഏതായാലും അത് കഴിഞ്ഞ് കാലടി ഇപ്പോൾ നമ്മൾ മറ്റൊരു ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും ചെറിയ തോതിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ചില സമയത്തൊക്കെ ഇവിടെ നമുക്കത് കടന്നു പോകണമെങ്കിൽ മിനിറ്റുകളോട് നമ്മളവിടെ വെറുതെ നമ്മൾ പെട്ടു എന്നുള്ള 2 സൈഡിൽ നിന്നുള്ള വണ്ടികൾ. ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് മലയാറ്റൂർക്ക് പോകുന്ന റോഡാണ്, റൈറ്റ് സൈഡിലേക്ക് എയറോഡ്രാമിലേക്ക് പോകുന്ന റോഡാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ല. ഏതായാലും കാലടിയിൽ എന്തൊക്കെയോ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊക്കെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. ശങ്കരസ്തൂപത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കാഴ്ചകളുടെ ചെറിയൊരു ബ്ലോക്ക് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ജംഗ്ഷനിൽ എന്തൊക്കെയോ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ 1-2 കുഴികളൊക്കെ ചിലപ്പോൾ അവിടെ വന്നിട്ട് അതൊക്കെ ഉണ്ടായാലും ജംഗ്ഷനിലേക്ക് വരുന്നത് വലിയ ബ്ലോക്കൊന്നുമില്ല കേട്ടോ. അവിടെ ചെറിയൊരു ഇതുണ്ടായത് മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നമ്മൾ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് തന്നെ ചാടി കണ്ടു പോകുന്നത്. ഇത് ആലുവയ്ക്ക് ക്രോസ് ചെയ്യുന്ന റോഡാണ്. അപ്പോൾ വീണ്ടും നമ്മൾ അങ്ങനെ കാലടി വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കി. ഇനിയിപ്പോൾ നമ്മൾ കാഴ്ചകൾ എന്തായാലും സ്വാഭാവികമായിട്ടും കാലടി പാലത്തിൻ്റെ കാഴ്ചകളാണ്, പിന്നെ പെരിയാറിൻ്റെ മനോഹരമായ കാഴ്ചകളും. അപ്പോൾ ഈ ബ്ലോക്ക് കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമ്മളവിടെ ഈ ഒരു സ്ഥലം നമ്മൾ പിന്നിട്ട് പോന്നിരിക്കുകയാണ്. കാരണം ഏകദേശം ഇപ്പോൾ ഒരു 1.25 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ 1.25 മണിക്കൂറിലൊക്കെ ഇവിടെ എത്തുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഈ സമയത്ത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. തൽക്കാലം ഈ കാലടി പാലത്തിൻ്റെ കാഴ്ചകളിലൂടെ നിർത്തുന്നു. ഗുഡ് ബൈ.